KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളിൽ സുപ്രീം കോടതി നിലപാടിനെതിരെ ഗവർണർ VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് സുപ്രീം കോടതിയിൽ ഗവർണർ ഹർജി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വളരെ കൃത്യമായി തന്നെ ഗവർണർമാർ സംസ്ഥാന നിയമസഭകളിൽ സംസ്ഥാന ഭരണങ്ങളിൽ ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശം നൽകിയത്. വൈസ് ചാൻസലർമാരുടെ നിയമന പ്രക്രിയയിൽ മുഖ്യമന്ത്രിക്ക് പ്രധാന പങ്കുണ്ടാകണം. പട്ടിക നിശ്ചയിക്കുന്നതിലടക്കം, മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിലടക്കം മുഖ്യമന്ത്രി ആയിരിക്കണം നേതൃത്വം നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഗവർണർ വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ ഇപ്പോൾ അർലേക്കറും സംസ്ഥാന സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പോവുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും ഇപ്പോൾ ഗവർണർ വീണ്ടും ഈ ഒരു VC നിയമനത്തിൽ സർക്കാരുമായി ഒരു പോരിന് വീണ്ടും ഇറങ്ങുന്നു എന്നതാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പരിഷ്കരിക്കണമെന്നൊരു ആവശ്യവുമായിട്ടാണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇത്തരത്തിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ ഒരു സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ VC നിയമനത്തിൻ്റെ ആ പേരുകൾ മുഖ്യമന്ത്രി മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിക്കണം എന്നതായിരുന്നു സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടത്. പക്ഷേ ആ ഉത്തരവ് പരിഷ്കരിക്കണം എന്നതാണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സുപ്രീം കോടതി ഉത്തരവിൽ നിന്നും ഒരു പരിഷ്കരണം വരണം, മുഖ്യമന്ത്രിയെ പട്ടികയിൽ നിന്ന് മാറ്റണം എന്നതാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. ഈ തരത്തിൽ മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിക്കരുത്, സെർച്ച് കമ്മിറ്റിയിൽ UGC അംഗം പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ വേണം എന്നതാണ് ഒരു ആവശ്യം ഗവർണർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് മുഖ്യമന്ത്രിയെ പട്ടികയിൽ നിന്ന് മാറ്റണമെന്നതാണ്. കാരണം സുപ്രീം കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണ് മുൻഗണനാക്രമം നിശ്ചയിക്കാനുള്ള അവകാശം എന്നത് സുപ്രീം കോടതി കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിരുന്നു. സുപ്രീം കോടതി ഉത്തരവിലും അത് കൃത്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. മുഖ്യമന്ത്രിക്കാണ് മുൻഗണനാക്രമം നിശ്ചയിക്കാനുള്ള അവകാശം, അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രിയെ പട്ടികയിൽ നിന്ന് മാറ്റണമെന്നതാണ്. എന്തായാലും ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗവർണർ ഇന്ന് രാവിലെയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സിജു, വിഷ്ണു, ഇതിനകത്ത് വളരെ രസകരമായ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. സുപ്രീം കോടതിയോട് വരെ നിർദ്ദേശം നൽകുകയാണ് ഗവർണർ. ഈ പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന് പറയാം. ഒരു വിഷയമുണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ് ഇടപെട്ട് ഇങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്, അതിന് മുഖ്യമന്ത്രി ഇങ്ങനെ ചുമതല വഹിക്കണം, ഗവർണറുടെ ചുമതല ഇതാണ് എന്ന് പറയുമ്പോൾ ആ സുപ്രീം കോടതിയെ തിരുത്താൻ ഗവർണർ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നീതിന്യായ വ്യവസ്ഥയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ വാലാട്ടിയായി ഗവർണർ മാറുന്നു. അതുതന്നെയാണ് ഈ VC നിയമന വിഷയത്തിൽ ഇപ്പോഴുള്ള ഈ നിർദ്ദേശത്തെ കുറിച്ച് പറയുമ്പോഴും എടുത്തു പറയേണ്ട കാര്യം. സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ മുതൽ തന്നെ താൽക്കാലിക VC നിയമനത്തിലൂടെയാണ് ഗവർണർ മുന്നോട്ട് പോയിരുന്നത്. പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുക എന്നതാണ് ഇത്തരത്തിൽ തിരികെ കയറ്റുക എന്നതായിരുന്നു ഗവർണർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ സംസ്ഥാനം ശക്തമായി എതിർക്കുകയും അവസാനം നിയമ പോരാട്ടത്തിലേക്ക് പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഗവർണർക്ക് നേരിടേണ്ടി വന്നത്. കാരണം ഈ താൽക്കാലിക VCമാരെ നേരത്തെ തുടക്കത്തിൽ ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. ഹൈക്കോടതി റദ്ദ് ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ ആ VC നിയമനം റദ്ദ് ചെയ്ത സാഹചര്യത്തിലായിരുന്നു പിന്നീട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഗവർണർക്ക് നേരിടേണ്ടി വന്നു. സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ മുൻ ജഡ്ജിയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടുള്ള കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കുന്നത്. അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് ഈ VC നിയമനത്തിൽ പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രിയാണ് മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത്, മുഖ്യമന്ത്രി നൽകുന്ന മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കണം നിയമനം എന്നതടക്കം സുപ്രീം കോടതി കൃത്യമായി തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. പക്ഷേ ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവർണർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഉത്തരവ് പരിഷ്കരിക്കണം, അതിൽ മുഖ്യമന്ത്രിയെ പട്ടികയിൽ നിന്ന് മാറ്റണം എന്നതാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അതായത് മുഖ്യമന്ത്രിയാണ് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് എന്നുണ്ടെങ്കിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ ഗവർണർക്ക്
കഴിയാതെ പോകും. അത്തരത്തിലുള്ള ആളുകളെ ഈ ഒരു VC സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റാൻ ഗവർണർക്ക് കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തു പോലും ആ ഉത്തരവ് പരിഷ്കരിക്കണം, മുഖ്യമന്ത്രിയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സിജു.